എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. മഴയൊക്കെ എല്ലായിടത്തും ഒരുമാതിരി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ നല്ല മഴ തന്നെയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അത് പതുക്കനെ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഈ യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്കൃത വാക്കിൽ നിന്ന് യുജ് എന്ന സംസ്കൃത വാക്കിൽ നിന്ന് വന്നതാണ് യോഗ. യുജ് എന്ന് പറഞ്ഞാൽ ജോയിൻ, കൂടിച്ചേരൽ, മനസ്സും ശരീരവും കൂടിച്ചേരുന്ന, ആത്മാവും ജീവാത്മാവും ആത്മാവും പരമാത്മാവും ഒന്നാവുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ ലോകമെങ്ങും ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. അസ്വസ്ഥമായ മനസ്സിന് അത് ശാന്തത കൊടുക്കുന്നു. പിന്നെ രോഗികൾക്ക് അത് ആശ്വാസമാണ്. ഒരുപാട് കാര്യങ്ങൾ യോഗ കൊണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇപ്പം ഞാൻ മനസ്സിൻ്റെ മനസ്സിന് വേണ്ടി എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. മനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഷഡ് ദർശനങ്ങൾ എന്നറിയപ്പെടുന്ന ഭാരതീയ യോഗ തത്വശാസ്ത്രങ്ങളുടെ 6 വിഭാഗങ്ങളിലൊന്നാണ് പതഞ്ജലി യോഗ. ഈ പതഞ്ജലി മഹർഷി 5000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയായി ചിതറിക്കിടന്നിരുന്ന യോഗയുടെ തത്വങ്ങളെയും നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചാണ് പതഞ്ജലി യോഗ എന്ന് പറഞ്ഞ ഈ ഒരു യോഗ നമുക്ക് വേണ്ടി ചെറിയ സൂത്രങ്ങളാക്കി, ചെറിയ മഹത്തായ ഒരിതായി നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത്. മനസ്സിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, അതിനും പിന്നെ നിയന്ത്രണം നേടാനുമായിട്ടുള്ള ഒരു ബോധപൂർവമായ പ്രക്രിയയാണ്. നമ്മൾ ബോധപൂർവം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത്. പിന്നെ മനസ്സിന് നിയന്ത്രണം കിട്ടാനുള്ള ആ ഒരു യോഗയുടെ ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? പ്രാണായാമ എന്ന് പറയുന്നു. മനസ്സിന് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാണനെയാണ് ആദ്യം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ എപ്പോഴും പ്രാർത്ഥന ചൊല്ലുമ്പോൾ യോഗ എന്ത് ചെയ്യാനിരിക്കുമ്പോഴും ആദ്യം നട്ടെല്ല് നിവർത്തി ഷോൾഡർ ഒന്ന് അയച്ചിട്ട് മുഖം ശാന്തമാക്കി ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി വേണം നമ്മൾ ഈ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനിരിക്കാനുള്ള പല മുദ്രകളുണ്ട്. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്മുദ്ര എന്ന് പറയും. ഈ ചൂണ്ടുവിരലും ഈ തള്ളവിരലും കൂടി ഇങ്ങനെ പിടിക്കുക, 2 കൈയിൻ്റെയും. ബാക്കി 3 വിരൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ നമ്മുടെ 2 തുടയിലും വെക്കുക. ഇതാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. ഇതിലിരുന്ന് വേണം നമ്മൾ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി. 2 കണ്ണുകളും അടച്ച് ശാന്തമായി അത് നമുക്ക് ചെല്ലാം. നിങ്ങൾക്ക് ആദ്യം അത് ചെല്ലാൻ പറ്റില്ല, എന്നാലും ഞാൻ അത് ചൊല്ലിയിട്ടാണ് തുടങ്ങുക. പ്രാണസ്വേദം വശേ സർവം ദേവായ പ്രതിഷ്ഠിതം മാദേവ പുത്രാൻ രക്ഷസ്വ ശ്രേഷ്ഠ പ്രജ്ഞാം ചൈ വിദേഹിനൈതി. കണ്ണുകളടച്ച് നമ്മൾ ഈ കൈ പുറകിലേക്കാക്കി യോഗ നമസ്കാരം ചെയ്യണം. അതായത് പുറകിൽ വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് വലത് കൈൻ്റെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പൾസ് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ പിടിക്കുക, കുനിഞ്ഞ് നമസ്കരിക്കുക, വരിക. കണ്ണുകൾ തുറക്കാതെ തന്നെ കൈകൾ 2ഉം കൂട്ടിത്തിരുമി ആ ചൂട് നമ്മുടെ കണ്ണുകളിലായി മുഖത്തുമായിട്ട് വെച്ചിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് പതുക്കെ കണ്ണുകൾ ചിമ്മി തുറന്ന് വേണം നോക്കാനായിട്ട്. ഒരു പുഞ്ചിരിയോടുകൂടി വേണം നമ്മൾ കണ്ണുകൾ തുറക്കാനായിട്ട്. അപ്പോൾ ഈ യോഗ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 ലോകങ്ങളിലും നിലനിൽക്കുന്നതെല്ലാം പ്രാണന്റെ അധീനതയിലാണ്. അല്ലയോ പ്രാണ, ഞങ്ങളെ ഒരമ്മ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങളെയും സംരക്ഷിക്കുക, ഞങ്ങൾക്ക് ഐശ്വര്യവും ബുദ്ധിയും തരുക എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ ആദ്യം മനസ്സിന് വേണ്ടി ചെയ്യാൻ പോകുന്ന സംഭവം
ധ്യാനമാണ്, മെഡിറ്റേഷൻ, ധ്യാനം എന്നാണ് പറയുക. അത് ഏറ്റവും കൂടുതൽ നമ്മൾ നിശബ്ദമായിട്ടിരുന്ന് നമ്മുടെ മനസ്സിന് അസ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ ദേഷ്യത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ഒരുപാട് സ്ട്രെസ്സോടുകൂടി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഭയങ്കര തലവേദന ഇരിക്കുന്നതായിരിക്കട്ടെ, നമ്മൾ ശാന്തമായി ആദ്യം ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, വെറുതെ ഈ പറഞ്ഞ മുദ്രയിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കാം. താഴെ ഇരിക്കാൻ പറ്റാത്തവർക്ക് കസേരയിലിരിക്കാം, അല്ലെങ്കിൽ ഒരു കട്ടിലും ഇതേപോലെ ഇരിക്കാം, ഇല്ലെങ്കിൽ വജ്രാസനം എന്ന് പറയും, ഇങ്ങനെ കാല് രണ്ടും പുറകിലേക്കിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്ന് വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. സുഖാസനത്തിലോ പത്മാസനത്തിലോ ഏതാസനത്തിലോ വേണമെങ്കിൽ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ് ധ്യാനം. നമ്മൾ വെറുതെ കണ്ണടച്ചിരിക്കുക, കുറേ സമയം കണ്ണടച്ച് ശാന്തമായി പതുക്കെ ശ്വാസം മേലോട്ടെടുക്കുക. എടുക്കുന്നതിനേക്കാളും പതുക്കെ പുറത്തേക്ക് വിടുക. ഒന്നും വേണ്ട, വെറുതെ ഒരു 5 പ്രാവശ്യം നമുക്കത് ചെയ്ത് നോക്കാം. പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മുഖം നേരെ പിടിച്ച് കണ്ണുകൾ അടച്ച് പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു നോക്കൂ. അതിലും പതുക്കെ താഴെ പുറത്തേക്ക് വിടാം. ഒരു 5 പ്രാവശ്യം വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണുകൾ തുറക്കണ്ട, കണ്ണുകൾ അടച്ച് തന്നെ ഒന്ന് അതൊന്ന് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. കണ്ണടച്ച് നിശബ്ദമായി ശ്വാസഗതി ഉള്ളിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. നമുക്ക് ശരിക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര കലുഷിതമായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? വെറുതെ ഓം ചെല്ലുക, ഓം മന്ത്രം ചെല്ലുക. ഓം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങൾ കൂടിയൊരു മന്ത്രമാണ്, അല്ലാണ്ട് അത് ഹിന്ദുക്കളുടെ പ്രാർത്ഥനയാണ്. ഹിന്ദുക്കൾ അങ്ങനെയില്ല. ആ ഓ മാ എന്നുള്ള 3 അക്ഷരങ്ങൾ ചേർന്നൊരു മന്ത്രമാണ്. ഓ ഓ ഓ ഓ ആ മ. ഓം. ഇപ്പോൾ നമ്മുടെ മനസ്സൊട്ടും നമുക്ക് കൺട്രോൾ നിൽക്കാത്ത സമയമാകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെറുതെ ഓം 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 മന്ത്രം ചെല്ലുക. ഓം. എന്നിട്ടും നമ്മൾ അപ്പോഴേക്കും വേറെ എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ കയറി വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ആ ഓമിൻ്റെ സ്പീഡ് കൂട്ടുക. നമ്മുടെ മനസ്സിലേക്ക് വേറെ ചിന്തകളെ വരുത്താതെ തന്നെ ഓം 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 ചൊല്ലിക്കൊണ്ടേ സ്പീഡ് കൂട്ടി ചെല്ലുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ചിന്ത മാറിപ്പോവും. ഓം 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 തന്നെയാവും. പിന്നെ നമ്മൾ ആ പതുക്കനെ സ്പീഡ് ആ സ്പീഡ് കുറച്ച് സ്ലോയിലി വരും. കുറേ സമയം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സൊന്ന് ഇതായിന്ന് തോന്നുമ്പോൾ നിർത്തിയിട്ട് ആ മനസ്സിന് വന്നിരിക്കുന്ന ശാന്തത ഒന്ന് ഫീൽ ചെയ്യണം. എന്തുണ്ടെങ്കിലും നമ്മൾ അവെയർനെസ് വേണം. നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം. അത് കണ്ണടച്ചിരുന്നു നിങ്ങൾ കണ്ണടച്ച് ഇപ്പം നിങ്ങളിൽ വന്നിരിക്കുന്ന ശ്വാസഗതിയുടെ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ മനസ്സിനെ ഇതിനു വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് ഓം മന്ത്രമാണ്. ഓം മന്ത്രം ചൊല്ലി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക. വല്ലാതെ സ്ട്രെസ് വരുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഭാര്യയും ഭർത്താവും കൂടി എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നങ്ങൾ പറഞ്ഞ് തലചൂട് അല്ലെങ്കിൽ കുട്ടികളോട് വഴക്ക് പറയും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് മനുഷ്യന് വന്ന് നമുക്ക് ഭയങ്കര ടെൻഷൻ വരുന്ന സമയത്ത് ഒന്നുമില്ല, ഭയങ്കര ദേഷ്യം വരുമ്പോൾ നേരെ ഏതെങ്കിലും റൂമിലേക്ക് കയറുക, ഇതുപോലെ അങ്ങോട്ട് ഇരിക്കുക, കണ്ണടയ്ക്കുക. ആദ്യമൊക്കെ നമുക്ക് കൺട്രോൾ കിട്ടാം, മനസ്സിനെ ഇങ്ങനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ഇത്തിരി സമയം പിടിക്കും. പക്ഷെ ഒട്ടിനെ തുടങ്ങിക്കോളൂ. ഓം 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 എന്നുള്ള മന്ത്രം ചൊല്ലി തുടങ്ങി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കമൻ്റ് ഇടണം, അതിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ.
എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. വളരെ അത് ഒരു 25 മിനിറ്റ് ഇതേപോലെ നമ്മൾ മനസ്സിനെ ശാന്തമാക്കി പ്രാണായാമം ചെയ്താൽ 6 മണിക്കൂർ സുഖമായി ഉറങ്ങുന്ന ഒരു റെസ്റ്റാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. 6 മണിക്കൂർ കിടന്നുറങ്ങിയാൽ നമ്മുടെ ശരീരത്തിന് എത്ര റെസ്റ്റ് കിട്ടുമോ? 25 മിനിറ്റ് ഈ പ്രക്രിയ ചെയ്താൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിനും ആ ഒരു സുഖം കിട്ടും. മനസ്സിലായല്ലോ? അപ്പം ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറാവും. അതുകൊണ്ട് കുറച്ച് വീതം ഓരോ ദിവസവും പറയാം. താല്പര്യമുള്ളവരെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നോരോന്ന് പഠിക്കാം. തീർച്ചയായിട്ടും അത് ഗുണം കിട്ടും. എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. എല്ലാവർക്കും നന്ദി.